Hello guys, in this video we are going to discuss about India's first digital university in Kerala. ഇതിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള നമ്മളെ മംഗലാപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനത്തെക്കുറിച്ചും അതിൻ്റെ വരവിനെക്കുറിച്ചും അത് കൊണ്ടുവന്നുകൊണ്ടുകൂടിയുള്ള ഗവൺമെൻറ്റിലെ ലക്ഷ്യങ്ങളെക്കുറിച്ചും എന്തൊക്കെയാണ് അതിൻ്റെ എയിംസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ടൈറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം, ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കംസ് അപ്പ് ഇൻ കേരള. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തന്നെ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് യൂണിവേഴ്സിറ്റി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിന് ശേഷം നമ്മളെ ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ള ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഒരു ആർട്ടിക്കിളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. MDC തേർഡ് സെം സയൻസസിൻ്റെ 4th മൊഡ്യൂളിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ്. നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനത്തെക്കുറിച്ചും അതിൻ്റെ ഇനാഗുറൽ ഫംഗ്ഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കംസ് അപ്പ് ഇൻ കേരള. ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ട് യൂണിവേഴ്സിറ്റി കേരളത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, the chapter is a news article originally published in Times of India that reports on a historical moment in Kerala's journey towards becoming a knowledge society. നമുക്കിവിടെ തന്നിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ള ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിളിലെ ന്യൂസ് കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ നോളജ് ഗെയിൻസിന് അല്ലെങ്കിൽ അറിവിൻ്റെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാവുന്ന തന്നെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുമായിട്ടാണ്. ഓക്കെ, it covers the inauguration of India's first digital university at Technocity Mangalapuram near Thiruvananthapuram. അപ്പോൾ എന്താണ് കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിൻ്റെ ഇനാഗുറേഷനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ വരവിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എവിടെയാണ് വന്നിട്ടുള്ളത്? ടെക്നോസിറ്റിയിൽ മംഗലാപുരത്ത്, നമ്മളുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് അടുത്ത്. ഓക്കെ, the university named Kerala University of Digital Sciences, Innovation and Technology, KUDSIT. അപ്പോൾ നമ്മൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എന്നാണ് നമ്മളുടെ ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് നമ്മളെ സർക്കാർ പേര് നൽകിയിട്ടുള്ളത്. ഓക്കെ, it was launched to use digital technology for education, research and social progress. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ടെക്നോളജി, സാങ്കേതിക വിദ്യകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കാൻ, നമ്മളുടെ റിസർച്ചിനെ കുറിച്ച് പഠിപ്പിക്കാൻ, അതേപോലെ തന്നെ സോഷ്യൽ പ്രോഗ്രസ്. എന്താ സോഷ്യൽ പ്രോഗ്രസ്? സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക തരത്തിലുള്ള വളർച്ച, നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ച, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വളർച്ചയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ. ഓക്കെ, the CM Pinarayi Vijayan and the Governor Arif Mohammad Khan addressed the event virtually. The article highlights the university's mission to support learning fields like artificial intelligence, blockchain and data analytics. അപ്പോൾ നമ്മളുടെ ഈ യൂണിവേഴ്സിറ്റി നമ്മളെ വീഡിയോ കോളിലൂടെ ഇനാഗുറേറ്റ് ചെയ്യുന്ന നമ്മളുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയനും അതേപോലെ തന്നെ നമ്മളുടെ ആരിഫ് മുഹമ്മദ് ഖാനും ആയിരുന്നു. ആ സമയത്ത് നമ്മളുടെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും ആയിരുന്നു ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്, എയിംസിനെയൊക്കെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ ഹൈലൈറ്റ്സ് യൂണിവേഴ്സിറ്റീസ് മിഷൻ ടു സപ്പോർട്ട് ലേണിംഗ് ഇൻ ഫീൽഡ്സ് ലൈക്ക് AI, ബ്ലോക്ക് ചെയിൻ ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്, അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതൊക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ സ്റ്റുഡൻസിൽ കൂടുതൽ പ്രോഗ്രസീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഓൾസോ എക്സ്പ്ലെയിൻസ് ഹൗ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ടു ഷേപ്പ് ദ ഫ്യൂച്ചർ ബൈ ട്രെയിനിങ് യങ് പീപ്പിൾ ഇൻ അഡ്വാൻസ്ഡ് ഡിജിറ്റൽ സ്കിൽസ്. അതേപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറയെ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ തലമുറ എങ്ങനെയാണ് ഇനിയുള്ള കാലം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കോഴ്സുകളും ടെക്നോളജീസും ഒക്കെ ഉപയോഗിച്ചിട്ട്, അതും കൂടെ പറയുന്ന ഒരു ആർട്ടിക്കിളായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. സോ നൗ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ ആർട്ടിക്കിൾ. നമുക്കിനി എന്താണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ടൈംസ് ഓഫ് ഇന്ത്യയിലെ Thiruvananthapuram, because the university is situated in Thiruvananthapuram district. Kerala took a major step forward in its progress towards a knowledge society with an inauguration of the country's first digital university.
ബേസ്ഡ് ഇൻ ടെക്നോസിറ്റി അറ്റ് മംഗലാപുരം നിയർ ഹിയർ ഓൺ സാറ്റർഡേ. ഇപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കേരളം എഡ്യൂക്കേഷണൽ രംഗത്ത് ഒരു പുതിയ ചുവടെടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണ്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ മംഗലാപുരത്ത് ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റുഡൻസ്. ഓക്കെ, ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ പ്രിസൈഡഡ് ഓവർ ദ ഫംഗ്ഷൻ. അപ്പോൾ അധ്യക്ഷത വഹിച്ചതാരാണ്, നമ്മളുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള CM പിണറായി വിജയനാണ്. ഓക്കെ, Governor Arif Mohammad Khan, who is also the Chancellor of the Kerala University of Digital Sciences, Innovation and Technology, unveiled the varsity plaque. അപ്പം എന്ത് ചെയ്യണം, ഈ ശിലകങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ ചടങ്ങൊക്കെ നിർവഹിച്ചത് നമ്മളുടെ ഗവർണർ ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ഓക്കെ, ഡിജിറ്റലിയാണ് അവർ ഉദ്ഘാടനവും ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കോളിലൂടെ. ബോത്ത് ഗവർണർ ആൻഡ് ദ ചീഫ് മിനിസ്റ്റർ അഡ്രസ് ദ ഫംഗ്ഷൻ ത്രൂ വീഡിയോ കോൺഫറൻസിങ്. വീഡിയോ കോൺഫറൻസിൽ എന്ത് ചെയ്തു, ഇതിലെ യൂണിവേഴ്സിറ്റിയിലെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവർ സംസാരിക്കുകയും ഇനാഗുറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതേപോലെ തന്നെ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിന്റെ ചാൻസലറായിട്ട് നിയമിച്ചിട്ടുള്ളത് നമ്മളുടെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ തന്നെ ആയിരുന്നു. ഓക്കെ, in his inaugural address, our Governor Arif Mohammad Khan said the launch of the digital university is part of the state's resolve to embrace new technologies and decide to use them for bringing positive changes in the life of people and becoming a global hub for higher education and technology. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ തന്നെയുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിട്ടുള്ള ഗവർണർ പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മളെ സൊസൈറ്റിക്ക് ലേണിംഗ് ആൻഡ് ടെക്നോളജി, ഹയർ എഡ്യൂക്കേഷനിലും അതേപോലെ തന്നെ ടെക്നോളജിയിലും ഒക്കെ ഒരു ഡെവലപ്മെന്റ്, ഒരു ഹ്യൂജ് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ കൊണ്ടുള്ള ഗുണമേന്മകൾ നമ്മളെ സൊസൈറ്റിക്ക് നൽകാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശൃംഖലയാണ്. അപ്പോൾ ഇത്തരത്തിൽ കോഴ്സുകളൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ സംബന്ധിച്ചും നമ്മളുടെ അതും ഡിജിറ്റൽ അവൈലബിൾ ആകുക എന്ന് പറയുന്നത് സ്റ്റേറ്റിനും നമ്മളുടെ രാഷ്ട്രത്തിനും ഒക്കെ അഭിനന്ദിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം അത്തരത്തിലാണ് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ടെക്നോളജിക്കലും ഹയർ ലേണിംഗിന്റെ ഇമ്പാക്റ്റിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. Praising the state government for recent initiative in higher education, including the launch of Srinarayana Guru Open University, the governor said, "In any aspect of life, knowledge brings courage." അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നടന്നുള്ള ഗവൺമെന്റ് നടത്തിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഗവർണർ അവരെ പ്രൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പ്രവർത്തനമായിരുന്നു നമ്മളെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലോഞ്ച് എന്ന് പറയുന്നത്, അല്ലെ. നമ്മളെ എല്ലാവർക്കും പഠനം തടസ്സപ്പെട്ടവർക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യാം പുതിയതായിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് PG ഡിഗ്രി എന്നുള്ള സ്വപ്നമുള്ളവർക്കും വേണ്ടി കൊണ്ടുവന്നായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അതാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു മാറ്റത്തിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളിൽ ഒന്നാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഗവർണർ സംസാരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നു നോക്കൂ, ഇനി എനി ആസ്പെക്ട് ഓഫ് ലൈഫ്, നമ്മൾ ജീവിതത്തിന്റെ ഏത് മേഖലയിലായാലും നോളജ് ബ്രിങ്സ് കറേജ്. അറിവ് എന്താണ്, നമുക്ക് ധൈര്യം പകരുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് കാര്യങ്ങൾ. അക്സെപ്റ്റൻസ് എന്താണ്, നമ്മളെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു അക്സെപ്റ്റൻസ് നൽകുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ ആണ് അല്ലെങ്കിൽ നോളജ് ആണ്. യൂണിറ്റി, ഒരുമിപ്പിക്കുന്നുണ്ട് എല്ലാ സമൂഹത്തെയും, അല്ലേ. ആൻഡ് ഓൾസോ ലിബറേറ്റ്സ് അസ് ഫ്രം ദ ക്ലച്ചസ് ഓഫ് ഇഗ്നോറൻസ്, നമ്മളുടെ അവഗണനയുടെ പിടിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോളജ് എന്നുള്ള കാര്യം മാറ്റി നിർത്തുന്നുണ്ട്. അറിവുള്ളവനും അറിവില്ലാത്തവനും വലിയ അന്തരമാണുള്ളത്. അപ്പൊ ഈ അറിവുള്ളവൻ എന്തുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ധൈര്യവും ആത്മവിശ്വാസവും അണ്ടർസ്റ്റാൻഡിങ്ങും കറേജും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അറിവ് നൽകുന്നുണ്ട് എന്നാണ് നമ്മളെ ഗവർണർ പറയുന്നത്. The society expects a digital university to provide intellectual support to lap up the new world of opportunities arising through artificial intelligence, blockchain, data analytics and other digital transformation courses, he said. അപ്പോൾ ഗവർണർ പിന്നെയും പറയുന്നുണ്ട്, നമ്മൾ പുതിയ തലമുറയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ, ഡാറ്റ അനാലിസിസ് എന്നുപോലെയുള്ള പുതിയ കോഴ്സുകളുടെ അല്ലെങ്കിൽ ഒരു വാതിൽ തുറന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്താണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് പുതിയ അറിവുകളായിട്ടുള്ള പുതിയ മോഡേൺ കോഴ്സുകളായിട്ടുള്ള ഇത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്റലക്ച്വൽ സപ്പോർട്ട് ഇതിലൂടെ കൊടുക്കുക എന്ന് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഓക്കെ, in his address, the Chief Minister said the launch of the first digital university in the country would open tremendous opportunities for youngsters. ഇനി എന്താ ചെയ്യുന്നുണ്ട്, നമ്മളെ ചീഫ് മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ട്. ഇതെന്താണ്, ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയൊരു അവസരമാണെന്നാണ് പറയുന്നത്, അറിവ് നേടാനും അവർക്ക് വേണ്ട കോഴ്സുകൾ പഠിച്ചെടുക്കാനുമായിട്ട്. ഓക്കെ, there should not be a digital divide in society.
നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ടാകരുത്, ഡിജിറ്റലിനെ ബേസ് ചെയ്തിട്ട് ഡിജിറ്റലി ഒരു വേർതിരിവും ഉണ്ടാവാനായിട്ട് പാടില്ല. എല്ലാവരും എന്ത് ചെയ്തിരിക്കണം, അറിവുള്ളവനായിരിക്കണം, ഡിജിറ്റലി വെൽ എക്യുപ്ഡ് ആയിരിക്കണം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റി, അതായത് ഡിജിറ്റലി അറിയുന്നവനും അറിയാത്തവനും ഉണ്ടാവരുത്, എല്ലാവരും വെൽ എക്യുപ്ഡ് ആയിരിക്കണം നമ്മുടെ സൊസൈറ്റിയിൽ എന്നാണ് പറയുന്നത്. The government is involved in the effort of attaining digital excellence in various fields. ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണ് പറയുന്നത്, ഡിജിറ്റൽ എക്സലൻസ്, നമ്മുടെ ടെക്നോളജിക്കലായിട്ടുള്ള എക്സലൻസ് അല്ലെങ്കിൽ പ്രാഗൽഭ്യം എല്ലാവരും നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം, മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻ വേരിയസ് ഫീൽഡ്, പല മേഖലകളിലും ഡിജിറ്റലി വെൽ എക്യുപ്ഡ് ആവുക എന്നുള്ള ലക്ഷ്യം. We need to foster technically talented people in accordance with the changes in the new world. നമ്മളെ ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ സമൂഹത്തെയും നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് ഇതെന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രാഗൽഭ്യരായിട്ടുള്ള സൊസൈറ്റിനെ നമ്മൾ വാർത്തെടുക്കേണ്ടതുണ്ട്. അതും കൂടിയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് ചീഫ് മിനിസ്റ്റർ. Noting that the digital university aims at utilizing the developments of digital technology for social progress, he said the benefits of digital technology should be made available for people in various walks of life. പറയുന്നുണ്ട് നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ എയിം എന്ന് പറയുന്നത് എന്താണ്, യൂട്ടിലൈസിങ് ദ ഡെവലപ്മെന്റ്സ് ഇൻ ഡിജിറ്റൽ ടെക്നോളജി ഫോർ സോഷ്യൽ പ്രോഗ്രസ്. നമ്മുടെ സാമൂഹിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഡിജിറ്റൽ ടെക്നോളജികളെ യൂസ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഇതിന്റെ മറ്റൊരു ലക്ഷ്യമാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ പീപ്പിൾ ഇൻ വേരിയസ് വാക്സ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലെ ആളുകൾക്കും ഇത്രയും ഡിജിറ്റലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലൈഫ് നൽകുക അല്ലെങ്കിൽ ഡിജിറ്റൽ നോളജ് നൽകുക എന്നുള്ളതും യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു ഒഫീഷ്യൽ സോഴ്സസ് അല്ലെങ്കിൽ നമ്മളെ ഒഫീഷ്യലായിട്ടുള്ള തെളിവുകൾക്കനുസരിച്ച്, ഓക്കെ, ദ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഈസ് സെറ്റപ്പ് ബൈ അപ്ഗ്രേഡിംഗ് ദ 2-decade-old Indian Institute of Information Technology and Management, Kerala, a center of excellence in information technology established by the government of Kerala. അതുവരെ ഉണ്ടായിരുന്ന നമ്മൾ ITMK എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ അതിനെ ഒഴിവാക്കിക്കൊണ്ട് അതിനെ മേലെ സ്ഥാപിച്ചൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു നമ്മളെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഇനീഷ്യേറ്റീവ് തന്നെയായിരുന്നു ഇത്. It is formed with a vision of creating futuristic institution for higher learning, aspiring to set a global benchmark in digital technologies and its management. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, ഹയർ ലേണിങ്ങിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്, അല്ലേ, നമ്മളുടെ ആളുകളുടെ ഹയർ ലേണിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ടു സെറ്റ് എ ഗ്ലോബൽ ബെഞ്ച് മാർക്ക് ഇൻ ഡിജിറ്റൽ ടെക്നോളജീസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്. നമ്മുടെ കേരളം എന്ത് ചെയ്യണം, കേരളത്തിലെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ സൊസൈറ്റി ഡിജിറ്റൽ ടെക്നോളജീസിൽ അവരുടെ ഒരു മുദ്ര പതിപ്പിക്കുക തന്നെ വേണം, ഒരു ബെഞ്ച് മാർക്ക് അവർ പതിപ്പിക്കുക തന്നെ വേണം. അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി കൂടി സ്ഥാപിച്ചൊരു യൂണിവേഴ്സിറ്റിയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, it is focused on its postgraduate programs and research besides building strong industry academic linkages with leading institutions in India and abroad. അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളിൽ റിസർച്ച് ഫീൽഡുകളിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അക്കാഡമിക് ലിങ്കേജസ്, ഇപ്പോൾ പ്ലേസ്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്ക് അകത്തുമായിട്ടുള്ള വേരിയസ് ഹൈ പ്രൊഫൈൽ കമ്പനികളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്കേജ് ബന്ധം സ്ഥാപിക്കാനും അവരുമായിട്ട് നമ്മളെ സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു വെൽ പാക്കേജ് ആയിട്ടാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, the university is starting with 5 schools of knowledge: Understanding Kerala, Science, Culture and Literature, School of Computer Science and Engineering, of School of Digital Sciences, School of Electronic System and Automation, School of Informatics and School of Digital Humanities and Liberal Arts. അപ്പോൾ ഇത്തരത്തിൽ 5ഓളം വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് ആദ്യം ഈ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ഹ്യൂമാനിറ്റീസ് വരുന്നുണ്ട്, സയൻസ് വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, ഡിജിറ്റൽ സയൻസസ് വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള 5-6ഓളം വരുന്ന എന്താണ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ 5ഓളം വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം, പുതിയ കോഴ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. Each school will be offering master levels programs in computer science, informatics, applied electronics and humanities with various specialization of the industry 4.0 world. അപ്പോൾ എന്താണ്, നമ്മൾ യൂണിവേഴ്സിറ്റി ഈ 5 കോഴ്സുകളിൽ ആർട്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഇൻഫോർമാറ്റിക്സ് ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ഇലക്ട്രോണിക്സ് ആയാലും ഇതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്ത് വേരിയസ് സ്പെഷ്യലൈസേഷൻ, അതിൽ അടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യലൈസേഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്ന കോഴ്സുകളുമായിട്ടാണ് വരുന്നത്, സ്റ്റുഡൻറ്റിന് ചൂസ് ചെയ്യാം.
ദ അഡോപ്ഷൻ ഓഫ് ടെക്നോളജി ഇൻ ഡിസൈൻ, പെഡഗോജി, അസസ്മെന്റ് എക്സെട്ര. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ സ്പെഷ്യലൈസേഷൻ ആയിട്ട് വരുന്നത് എന്താണ്, അഡോപ്ഷൻ ഓഫ് ടെക്നോളജി ഇൻ ഡിസൈൻ, പെഡഗോജി, അസസ്മെന്റ് എന്ന് ചെയ്യുന്നുണ്ട് സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റുകളായിട്ടും വരുന്നുണ്ട്. ഇതിൽ ഈ യൂണിവേഴ്സിറ്റിയിലെ മെയിൻ കോഴ്സുകൾക്ക് അണ്ടറിലായിട്ട്. is also a key driving factor for the new university, which focuses on early learners and relearners with a host of programs in cutting-edge areas of technology. അപ്പോൾ യൂണിവേഴ്സിറ്റി പ്രധാനമായും പ്രാധാന്യം കൽപ്പിക്കുന്നവർക്കാണ് ഏർലി ലേണേഴ്സും, ആദ്യം അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആളുകളിൽ യങ്സ്റ്റേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റീലേണേഴ്സ്, പഠിക്കാൻ പറ്റാതെ പഠനം ഉപേക്ഷിച്ചവർക്ക് അവർക്കൊരു വീണ്ടും ഒരു അവസരം കൊടുക്കാനും വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അവർക്ക് ടെക്നോളജിയിൽ ഒരു ഇമ്പാക്റ്റ് നൽകാൻ, ടെക്നോളജിയിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് നൽകാനായിട്ടും വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ശ്രമിക്കുന്നുണ്ട്. ടുവാർഡ്സ് ദീസ് സ്പെഷ്യലൈസ്ഡ് സെൻറ്റേഴ്സ് ലൈക്ക് ഏരിയാസ് ലൈക്ക് ബ്ലോക്ക് ചെയിൻ, AI and ML, cyber security and big data analytics, biocomputing and geospatial analytics are set to be up in collaboration with leading international academic research and industry bodies. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ AI and ML, cyber security, big data analytics, ബ്ലോക്ക് ചെയിൻ പോലുള്ള കോഴ്സുകളൊക്കെ എന്ത് ചെയ്യാണ്, ഇൻ അസോസിയേഷൻ വിത്ത് വലിയ വലിയ കമ്പനികളുമായിട്ടും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടൊക്കെ ചേർന്നിട്ടാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അത്രയധികം ലിങ്കേജ് കണക്ഷൻസ്, വേൾഡ് വൈഡ് കണക്ഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾക്കും സ്റ്റുഡൻറ് എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ FDP പ്രോഗ്രാംസിനൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിനുപകരിക്കുമെന്നാണ് പറയുന്നത്. The university will also lead the digital transformation initiatives announced by the Kerala government in the budget 2021. അതേപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ്സിനും മുൻഗണന നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ്, ദ യൂണിവേഴ്സിറ്റി വിൽ ഓൾസോ ലീഡ് ദ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ്സ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ആക്കുന്ന, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റലൈസ് ആക്കുന്ന ഒരു ഇനീഷ്യേറ്റീവിലേക്കും കേരള ഗവൺമെന്റിൽ ബഡ്ജറ്റ് 2021 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിനു കൂടെ ആരംഭം കുറിച്ച ഒരു പദ്ധതിയായിരുന്നു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലൂടെ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. Spread across a 10-acre campus in Technocity, the first phase of the university has been completed with an academic and hostel block. 10 ഏക്കറോളം ഭൂമിയിലാണ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് മംഗലാപുരത്ത് യൂണിവേഴ്സിറ്റി ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്, അല്ലേ. അതിലിപ്പോൾ ഒരു അക്കാഡമിക് ബ്ലോക്കും അതേപോലെ തന്നെ ഒരു ഹോസ്റ്റൽ ബ്ലോക്കുമാണ് ഇപ്പം നിലവിൽ ഉള്ളത്. Okay, once fully developed, it will provide education to 1,200 residential scholars from its campus, in addition to numerous learners who will be associated with the university through various technological means. അപ്പോൾ ഒരു സമയത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ജോലി, യൂണിവേഴ്സിറ്റിയുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ അറ്റ് എ ടൈം 1200 വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ 1200 സ്കോളേഴ്സിന് ഇവിടെ പഠിക്കാനും അതിനനുസരിച്ചുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സും അവരുടെ കോൺട്രിബ്യൂഷൻസ് നൽകാനും ഒക്കെ കഴിയുമെന്നാണ് പറയുന്നത്. ഇപ്പോഴും ഡെവലപ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 5-6 കോഴ്സുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അത് തന്നെ ഇൻ്റർനാഷണൽ കൊളോക്കിയുമായിട്ട്, ഇൻ്റർനാഷണൽ ലിങ്കേജുമുള്ള കമ്പനികളുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റിക്ക് ലിങ്ക് ഇപ്പോൾ തന്നെ ഉണ്ട്, ഇനിയും വളരുമെന്നാണ് പറയുന്നത്. ഓക്കെ, വൺസ് ഇറ്റ്സ് ഫുള്ളി ഡെവലപ്ഡ്, അതിൻ്റെ പണി കഴിഞ്ഞാൽ 1200 വിദ്യാർത്ഥികൾക്ക് കംപ്ലീറ്റ്ലി വെൽ എക്യുപ്ഡ് ആയിട്ട് ഡിജിറ്റലി പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ യൂണിവേഴ്സിറ്റി നൽകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കേരളത്തിലെ തന്നെ ഫസ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള തിരുവനന്തപുരത്തെ ക്യാമ്പസിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്, ന്യൂസ് ആർട്ടിക്കിളാണ് നമ്മളിവിടെ വായിച്ചിട്ടുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അവിടുത്തെ കോഴ്സുകളെക്കുറിച്ചും ഈ യൂണിവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് കൊടുത്തു, ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഇനാഗുറേഷനെ കുറിച്ചൊക്കെയാണ് നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രെസ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സോ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. താങ്ക് യു.